വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഐമൻ പെസ് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 3. ഏവർക്കും സ്വാഗതം പുതിയ എപ്പിസോഡിലേക്ക്. എപ്പിസോഡ് 3ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നുമല്ല, മേക്ക് ഫോർമേഷൻ, ചേഞ്ച് മാനേജർ, ചേഞ്ച് ഫോർമേഷൻ, ഇതൊക്കെ ചെയ്യുന്നതാണ് ഗൈസ്. ഇന്ന് നമ്മൾ പുതിയ ടീം ഉണ്ടാക്കുക, പുതിയ മാനേജർ, പുതിയ ഒക്കെ നമ്മളൊന്നും കൂടി ഉണ്ടാക്കി. ഇന്ന് 2 നമുക്ക് ആവശ്യം. ലാസ്റ്റ് ഒന്നാണിത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എടുക്കാൻ പോകുന്ന ടീം ഇതാണ് റയൽ മഡ്രിഡാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ മേക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമേഷൻ പറയുന്നതല്ല, 4-2-1-3 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു പുതിയൊരു ടീം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫോർമേഷൻ ഫസ്റ്റ് തന്നെ മാനേജറിലേക്ക് പോവാം. ഓക്കെ, എൻ്റെ മാനേജർ 5 ഉള്ളത്, ഒന്നല്ല ഇവിടെ അല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്കൊരു നല്ല മാനേജറായിട്ട് കാണുന്നത് ഒരു ഇതിത്തെ നമ്മൾ 500 രൂപ കൊടുത്ത ഫ്രാങ്ക് ലംപാർഡാണ്. ലൂയിസ് റോമനും ഫ്രാങ്ക് ലംപാർഡും നോക്കുകയാണെങ്കിൽ മുന്നിലുള്ളത് ഇതാണ്. ഈ ഒരു മാനേജറിനെ വാങ്ങിയിട്ട് ഫുള്ള് തീപ്പൊരി കളി, ഫുള്ള് ജയിക്കുക, അങ്ങനെയാണ്. ലൂയിസ് റോം എടുത്തപ്പോൾ കളി ഫുള്ള് തോൽക്കുക, അങ്ങനെയാണ്. ചില മാനേജർ അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അമ്മക്കകത്ത് നല്ലൊരു മാനേജർ ഫ്രാങ്ക് ലംപാർഡാണ്. ഓക്കെ, ഫ്രാങ്ക് ലംപാർഡാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ടീം ഇതൊക്കെ ഫോർമേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേയേഴ്സിനൊക്കാം. ഗോൾ കീപ്പർ ഫസ്റ്റിൽ തന്നെ മാനുവൽ. ലെഫ്റ്റ് ബാക്ക് പെട്ടെന്ന് തീർക്കുകയാണ് ഗൈസ്. ലെഫ്റ്റ് ബാക്ക് മൈക്ക് 121. പിന്നെ റൈറ്റ് ബാക്ക് അവിടെ ചെന്നായി ഫ്രീ കാർഡ് ഉള്ളതാണ്. സെൻറ്റർ ബാക്ക് DMF ഉള്ളത്. എന്നുള്ളത് ഓക്കെ, ഇപ്പോൾ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ ഗോൾ കീപ്പർ മാനുവൽ. എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് ഒറ്റൊരു ഗോൾ കീപ്പറുള്ളൂ, മാനുവലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഗോൾ കീപ്പർ അവിടെ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഗോൾ കീപ്പർ ഇത് വിക്ടറിയാണ്. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു അത്യാവശ്യം നിൽക്കണം. പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് ഒരു മാനുവലാണ് ഈ ഫ്രീ കാർഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ള CB സെൻട്രൽ ബാക്ക് എന്താ പറയുക, ഡിലൈറ്റ് ഹെർണാണ്ടസ്. പിന്നുള്ളത് LP ഇവരാണ്. RB പിന്നെ RB വരക്കണേ. RB അവന് നിൽക്കും, നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഓക്കെ, പിന്നെ DMF 2 DMF പിന്നെ അത്ര ഇല്ല, ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. DMF സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ്, എൻ്റെ പേരെനിക്കറിയില്ല, മാർട്ടൻ ഡി റൂൺ. അവനാണ് അത്യാവശ്യമൊക്കെ നിൽക്കുന്നതാണ്, ആർക്കി കളിച്ചിന്ന്. ഓക്കെ, അടുത്തതുള്ളത് ഇവനാണ്. ഇവന് AC മിലാനത്തെ റജിൻസ പേരറിയില്ല. ഇവനും സൂപ്പറാണ്. അപ്പോൾ ഇനി വേണ്ടത് AMF ആണ്. AMF ഒക്കെ ആണെങ്കിൽ വേറെ ആളില്ല. ലിയോണൽ ആൻഡ്രസ് മെസ്സിയാണ് ഗൈസ്. സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക് റിബറി. ഓക്കെ, ഇനി വേണ്ടത് ലെഫ്റ്റ് ബാക്ക്, ലെഫ്റ്റ് വിങ് ഫോർവേഡാണ്. എവിടെ നമ്മളെ രാജവിടെ വേറെ ആരുമില്ല. ഓക്കെ, വേറെ ആരുമല്ല,
ഈസ് വിനീഷ്യസ് ജൂനിയർ. ഈ ഒരു പാക്കറ്റ് ആദ്യം ഇത്തിരി പൊട്ടം കളിയുന്ന 2-3 സംഗീച്ച് ഒന്ന് ഇറക്കി നോക്കി മോനെ ഇങ്ങനെയുണ്ട് ഒന്ന് നോക്കാം. നോക്കിയത് ഇപ്പോൾ ഒരു മാച്ച് കളിച്ച് മോനെ ഓട്ടത്തിൽ ഇവനാണ് മോനെ സീന് 100-110 വെച്ചാണ്ട് പിടിക്കുന്നേ. ഇനി റൈറ്റ് വിങ് ഫോർവേഡാണ്, അല്ല ലെഫ്റ്റ് വിങ് ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ. എനിക്കിപ്പോൾ തോന്നുന്നത് 2 പേരുണ്ട്, ഒരാളിറക്കാം. ഏറ്റവും നല്ലോണം തോന്നുന്നത് ഈ ലിയോണൽ മെസ്സിയാണ്. അല്ല ലിയോണൽ മെസ്സി അല്ല, മാറിപ്പോയി, ജാക്ക് ഗ്രീലിഷാണ് ഗൈസ്. ഓക്കെ, ഇനി വേണ്ടത് റൈറ്റ് വിങ് ഫോർവേഡാണ്. അതിപ്പോൾ ആരൊക്കെ ചെക്കന്മാരൊന്നും കാണില്ലല്ലോ. ഓക്കെ, റൈറ്റ് വിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ലൊരാളായിട്ട് കാണുന്നത് വേറെ ആരുമല്ല, ലമീൻ യമൽ. സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ സലഹ്. ഓക്കെ, എംഎഫ് റൈബറി, CF the one and only Kylian Mbappe. സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ തീപ്പൊരിയൊക്കെ ഉണ്ട്. ടിറ്റർ ഡ്രോഗ്ബ ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ് വൺ ആൻഡ് ഉള്ളെങ്കിൽ 2 സീഫ് ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് ടീം സെറ്റായിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്ക്വാഡ്. ഗോൾ കീപ്പർ മാനുവൽ CB ജൂലിയസ് കുണ്ടി, അടുത്ത CB ടോണി ആദംസ്. 1 മിനിറ്റ് ഗൈസ്. ഗോൾ കീപ്പർ മാനുവൽ CB ടോണി ആദംസ്, സെൻട്രൽ CB വേറെ ജൂലിയസ് കുണ്ടി, റൈറ്റ് ബാക്ക് അലക്സാണ്ടർ അർണോൾഡ്, ലെഫ്റ്റ് ബാക്ക് മൈക്ക് വാൻ ഡെൻ ഡിവൻ, DMF കൂസി, നെക്സ്റ്റ് DMF പെപ്പെ ഗാർഡിയോൾ, AMF ലിയോണൽ ആൻഡ്രസ് മെസ്സി. ലെഫ്റ്റ് വിങ് ഫോർവേഡ് വിനീഷ്യസ് ജൂനിയർ, റൈറ്റ് വിങ് ഫോർവേഡ് ലമീൻ യമൽ, സെൻറ്റർ ഫോർവേഡ് കിലിയൻ എംബാപ്പെ. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. CF ഗ്രീസ്മാൻ, നെക്സ്റ്റ് CF ഡിറ്റർ ഡ്രോഗ്ബ, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ജാക്ക് ഗ്രീലിഷ്, റൈറ്റ് വിങ് ഫോർവേഡ് സലഹ്, AMF ഫ്രാങ്ക് റൈബറി, CMF റെജിക്കാർഡ്സ്, അതല്ല വേറെ എന്ത് പേരാണ്. ആൻഡ് നെക്സ്റ്റ് DMF എൻ്റെ പേരറിയില്ല, റൂണി. ഓക്കെ, നെക്സ്റ്റ് CB പെറി, ഡെസ്റ്റൻ ലെഫ്റ്റ് ബാക്ക് CB കേബിയ, ഗോൾ കീപ്പർ വിക്ടറി CB ഡിലൈറ്റ്. ഇതാണ് നമ്മളെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ. യെസ്, സ്ക്വാഡ് ഇതാണ്. കയറിക്കണ ക്ലാസ് കുറച്ചുള്ളൂ, നോ പ്രോബ്ലം. സലഹിൻ്റെ ഒരു പാക്ക് ഉണ്ട്, കൂട്ടിയിട്ടില്ല അല്ലേ ഗൈസ്, കൂട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഈ സലഹ് കുറച്ച് സീനാണ്. ദിസ് ഇസ് ദ ടീം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടീം. കളത്തിയ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 3082 ടോട്ടൽ. ടീം റിയൽ മാഡ്രിഡ്. ഓക്കെ, ജേഴ്സി നമ്പർ ഇടാം, ജേഴ്സി നമ്പറിലേക്ക് ഇടല്ലേ, ജേഴ്സി നമ്പർ ഇടാം ഗൈസ്. ഓക്കെ എടുത്തിട്ടുണ്ട്. ഗോൾ കീപ്പർ മാനുവൽ
മാനല്ലവർ ഗോൾ കീപ്പർ ഇതില്ല. ഗോൾ കീപ്പറിൽ മാനല്ലവർ 1, 7 വിനീഷ്യസ്, 7 വിനീഷ്യസ്. കിലിയൻ എംബാപ്പെ 10 അല്ല, ചെക്കനിക്ക് 9 എടുക്കാം. ഓക്കെ 19 അല്ല 0. വിക്ടർ ഗോൾ കീപ്പർ 2, അവനക്ക് 17, 46. സലഹ് ഇത് 11 അല്ല 10 അല്ല 15 അല്ലേ 15. ഇത് 16 വേണ്ട 11. സലഹ് പേരിടുക. സലഹ് 7 വേണ്ട 5 ഇടാം. ജാക്ക് ഗ്രിലിഷ് 21. ഫ്രാങ്ക് റിപ്രേത 22 തന്നെ ആയിക്കോട്ടെ. 8, 20 വേറല്ലേ അല്ല 21, 22, 6. ഓക്കെ 47 ഓർക്ക് 6 ആക്കാം. 6 ആർക്കില്ല. ഒക്കെ കിലിയൻ എംബാപ്പെ 9. ലെമീൻ യാമല്ലേ എനിക്കൊരു നമ്പർ ഉണ്ടല്ലോ 19. 13 10. പെക്കട്ടിയോൾ 11 സെപ്റ്റംബറാ നമ്പറാണ് എടുത്തത്. കോസി 12, 19, 19 ആയില്ല. വേണ്ടതിന് 37 വേണ്ട 3 അല്ല 33 വേണ്ട. ഇല്ല ഇതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു മാച്ചിലേക്ക് പോവാം ഗൈസ്. ഒരു കാര്യം പറഞ്ഞ് ഒരാളെ പേരടിച്ച് നോക്കണ്ട്. ഗൈസ് ഒരു ഫ്രണ്ടിൻ്റെ പേരടിച്ചിട്ട് കിട്ടണില്ല. ഇനി മാറ്റിക്കണില്ല. മാറ്റിയിട്ടുണ്ടോ ഗൈസ്? മൈ ഫ്രണ്ട് ഗൈസിൻ്റെ അക്കൗണ്ട് നോക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്. പ്ലേയേഴ്സൊക്കെ ഇട്ട് ഓക്കെ. ഫ്രാങ്ക് ലംബാർഡ് ബാർസലോണ ലൂസർ ടീം. മാച്ചിലേക്ക് ടീം വന്നിട്ടുണ്ട് എടുക്കാം. ക്യാമറ ഒക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇത് ടീം കേരള ബ്ലാസ്റ്റേഴ്സാ. വരാത്ത ടീമിനാണല്ലോ എടുക്കുന്നത്. ഓക്കെ ഗൈസ് കാണുന്നില്ലേ? ഓക്കെ ഇപ്പോൾ ഇവനായിട്ടാണല്ലേ നമ്മളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇത് ക്യാമറ അതല്ലേ ഗൈസ്? 1 മിനിറ്റ് ഗൈസ്. ക്യാമറ ഒന്ന് ശരിയാക്കിയതാണ്.
ടീമൊന്ന് നോക്കാം. ഓ മൈ ഗോഡ്, പട്ടട മൂന്ന് കസിൽസ് ഗോൾകീപ്പർ. ടീം ഏതാണ്? എൻ്റെ വല്ലതും വിളിച്ചറിഞ്ഞുണ്ട്. കൊള്ളാം, സൂപ്പർ ടീം. സീനതല്ല. റോഡ്രിഗോ 103, ഒർട്ടീസ് 102. ബെക്കമിനെ പറയണ്ടല്ലോ. സ്റ്റാർട്ട് എടുക്കുക. ടീം ഇതാണ്. ജയിച്ചാൽ മതിയെന്ന്. എല്ലാവർക്കും സുഖമല്ലേ? എത്രയും പെട്ടെന്ന് കളി ജയിക്കും. കളിയൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് വേഗം ചെയ്യുക. എൻ്റെ ശരീരമൊന്നും അങ്ങനെ കാണാൻ പാടില്ല. ചമ്മള ഐസി. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം 1v1 കളിക്കണമെങ്കിൽ എൻ്റെ പേര് ഐമൻ പ്ലസ് മാസ്റ്ററാണ്. ഈ ഫുട്ബോളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ കിട്ടും. ജുലൂസ് പണ്ടേ സീന. കൈ പിടിച്ച് ക്യാമറ ഓഫ് ആക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഞാൻ നമ്മളെ കളി ക്യാമറ ഓണാക്കിയ പണിയാ. എടുക്കടാ എംബാപ്പേ, എടുക്കെടുക്ക്. മാൾദീനല്ലേ പേര്? ബെക്കാമ വേണ്ടട്ടാ, അത്രക്ക് നല്ലതല്ല. റൂബൻ ഡേയ്സ് കുറച്ച് സീനാ. ഓ ഏതടാ സ്കില്ലാണ് തോന്നണേ, എനിക്കറിയില്ല. ഇപ്പം സ്കില്ലെല്ലാം പറഞ്ഞ കമൻറ്റിൽ ഡിസ്ലൈക്ക് ഇടുന്നുണ്ട്. എടുക്ക് അവിടെ ഇവിടെ ആരുടെ ഫോട്ടോടാ ലെമിനമാലോടെ. വാ 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 ടൺ ബാക്കിന് അടുക്കരുതാ. പെക്കാടിലോ എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. വിനി അവന് തീപ്പൊരി കളിയട്ടാ. മല്ലിപ്പസ് അങ്ങനെയാണ് മോനെ, ബാക്കടിച്ചാണ്ട് പോവനെ ഉറപ്പാണ്. മല്ലിപ്പസ്സാണെങ്കിൽ ഞാൻ ബാക്കടിച്ചു പോകും. മല്ലിപ്പസ്സല്ല ആളെ. ഒരു ഗോൾ എങ്ങനെയും ഇട്ടാൽ മതി, പിന്നെ അവൻ്റെ കളി തുടങ്ങി. ലെമീന ത്രോണ്ട് പോണില്ല ലെമീൻ്റെ അടുത്തേക്ക്. അതാ പോണേ. ജുലൂസ് എന്താ സെറ്റ് ബാക്ക്. വാടക്ക് ആ വാ വാ വട 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 അവിടെ മാറ്റിയതടാ, വന്നില്ല. അന്നേരം മിസ് പാസ് ഇൻ്റർസെപ്ഷൻ കിട്ടണില്ല. അങ്ങോട്ട് എടുക്ക്. ഇൻ്റർസെപ്ഷൻ എൻ്റെ മുത്തല്ലേ മീനമാലെ വാട മുത്ത ലമീന എമൽ അടിച്ചു മോനെ. അവസാനം കിട്ടി. ബാർസലോണ വിസ്ക ബാർസ വിസ്കത്തല്ല കേസ് അങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹാഫ് ടൈമേ യു ആർ ദ വിന്നറാണ് അത് കൊടുത്തിട്ടുള്ളത്. കാരണം എന്തായാലും ഓന് റിവെഞ്ച് എടുക്കും, ഉറപ്പല്ലേ.
ഈ ഒരു ഫോർമേഷൻ തന്നെ മതി. ആരെയും തെറ്റുണ്ട് ഇടക്കായിട്ടുണ്ട്. ഇതിന് കുറച്ച് ഇൻ്റർസെപ്ഷൻ വരാതെ നല്ലത്. എന്താ സ്റ്റക്കാ ഒരു ലാഗ് വരുന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോയത് ഇൻ്റർസെപ്ഷൻ. എടാ ലെമീന അവിടെ ഒരു ഗോൾ ഇപ്പം തന്നെ ചടിക്കില്ലേ ജലൂസേ. എടാ ലെമി ഇല്ല. ഓക്കെ വിനി മുത്ത ഫൗള്. ഇന്ത്യയുടെ ഫൗള് ചെയ്യണേ. യെല്ലോ കാർഡ് അല്ല, യെല്ലോ കാർഡ് എടുത്തടാ അവർക്ക്. നല്ല ഫൗളൊക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷിക്കുക ചെയ്ത് അവൾക്കല്ല കളിപ്പൊന്നും പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എനിക്ക് കൊടുക്കാം. ലെമീന കൊടുക്ക്. ഇൻ്റർസെപ്ഷൻ അഗെയിൻ. ഓക്കെ എടാ ഓഫ് സൈഡാ. നല്ല രീതിക്ക് അടിച്ച് കയറിയായിരുന്നു. ലെമീൻ്റെ ഒറ്റ ഗോള് പൊളിച്ചിട്ടാ. സ്റ്റക്കുണ്ട്. കസിൽസ് തടുക്കും നല്ല രീതിക്ക് പ്രതീക്ഷിച്ചതാ. കാരണം കസിൽസാണ്. കുറച്ചൊക്കെ നമ്മൾ പേടിക്കണം. ഗോൾ കീപ്പറാണ്. എൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. അടുക്ക് ഇൻ്റർസെപ്ഷനാണ്. ഓക്കെ ഗൂസി വിനി എംബാപ്പെ എടാ അതെന്തറാ വളഞ്ഞടിക്കരുതാ. ഇൻ്റർസെപ്ഷൻ വീണ്ടും ഇൻ്റർസെപ്ഷൻ അല്ല അത്. കേസ് ചെക്ക്. ഓ അടിച്ച് രണ്ട് ഗോള്. ലാഗ് ഉണ്ട്. ചെക്കൻ ബാക്കായ റേഞ്ച് ഉണ്ട്. ഈ ടീം പൊളി ടീമായിട്ട് അവൻ ഉണ്ടാക്കിയത്. ചെക്കൻ ബാക്കായിട്ടുണ്ടാവും. ഗൈസ് ബാക്കായിട്ടുണ്ട്. ഒന്നും കൂടി കളിക്കുക. ഒരു മാച്ചോട് കളിച്ചാൽ ജയിച്ചെന്ന് പറയാം. ചെക്കനോട് അവിടെ കളിച്ച ഇപ്പം നമ്മളിപ്പം കളിച്ചവിടെ റേഞ്ചില്ല. ഉടനെ അത് ബാക്കായിക്കണം. പൂർ കണക്ഷൻ എല്ലാം ഉണ്ട്. ചിലപ്പോൾ വെച്ചിട്ടുണ്ടോ ഒരു മാച്ചോട് കളിച്ചാൽ. ഗൈസ് അങ്ങനെ ടീം വന്നിട്ടുണ്ട്. എടുക്കാം. ടീം ആരാണ്? ഇതാണ് TPS 310 തോറ്റി മെസ്. നെയ്മറിൻ്റെ ഫോട്ടോ അല്ലേ ഈ ബാർസിലോടത്ത് ശരിക്കും കണ്ടു ഞാൻ. ആദ്യത്തെ വണ്ടിയിൽ പ്ലേസ് ഉണ്ടാവും ഉറപ്പാ. നല്ലൊരു ടീമാണ്. ടീം അങ്ങനെ എത്തിട്ട് ഇതാരാണിത്? ആർസണലാ അല്ല CBOക്ക് ഈത്തടാ ലെറ്റ് കാർഡ്. ഓ ലെമിനമാലിലെ ചെക്കൻ അടിച്ചത് ഡേവിഡ് വില്ലല്ലേ? രണ്ട് സൈനാ മാനൽ. അല്ല അതിൻ്റെ അപ്പുറം മാനലുണ്ട്. ബാക്കുണ്ട്. AMF CF സ്കോവി കളി പോയി. പുഷ്പം പോലെ പോയി ഗൈസ്. പുഷ്പം പോലെ മാക്സിമം ട്രെയിൻ. ചെക്കൻ്റെ പൊളി ടീമാ. സീസൺ അതിന് പോളം ചേഞ്ച് സ്ട്രിപ്പ് മുക്ക് വെള്ളയും അവനക്ക് ഇത്തും കളിച്ച. हेलो भाई स्टार्ट करो भाई. अरे भाई कैसे हैं आप? अरे नूब साले
പറയണം പോതിന് പറയത്തില്ല, ഇല്ലെങ്കിൽ അവൻ എൻ്റെ തല വെട്ടിയെടുക്കും. ഇതുകൊണ്ട് സെറ്റ് ടീമാട്ടോ ഗൈസ്. അത് DMF വിയറ്റ്നാം. എടാ പാരീസിലത്തെ DMF ഇങ്ങനെ DMF വെക്കുമോ? എൻ്റെ പഴയ അക്കൗണ്ടിൽ ലെമിനമാനില്ല, മാനല്ലോറൊന്നുമില്ല. സ്കോവുണ്ട്, നെയ്മറുണ്ട്, പിന്നെ പറ വാണ്ടേക്കുണ്ട്, വിനിയുണ്ട്, വാണ്ടേ മാർട്ടുണ്ട്, പിന്നെ അതൊക്കെ ഓർമ്മല്ല. പഴയ ടീമാണ് ഗൈസ്. ഈ RMF ആരാണിത്? ടൈമുകളാണ് ഇവിടുത്തെ ടീമൊക്കെ നമ്മളെ സെറ്റാണ്. റേഞ്ച് നിൽക്കണം, റേഞ്ച് വേണേൽ തന്നെ പോകുന്നത് അതൊന്നുമല്ല. തോറ്റെന്ന് പറയട്ടെ ഗൈസ്, ഞാൻ തോറ്റ്. ജയിച്ച ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇതിനെക്കാട്ടും വല്ല ടീമിന് എന്താ വരാനുള്ളത് ഗൈസ്. ഞാൻ ജയിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ജയിക്കുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. എൻ്റെ കളണങ്ങി ആന്ധ്ര കിട്ടിയേക്കണ് നോക്കാം. അടാ ഫൗളല്ല ഫൗളല്ല ഫൗളല്ല. എടാ അറിയാതെ പറ്റിയടാ, ഷൂട്ടൊക്കെ ചെയ്താണ്. ആരാണ്? എടാ ഷൂട്ടൊക്കെയാടാ. ഇപ്പം എന്താണ് ഇങ്ങനെ? വാണ്ടേനാണടാ. ക്വാളിറ്റി എടാ ഷൂട്ടൊക്കെ ചെയ്ത് ഇവനെന്ത് ഇതിനിടക്ക് കൊണ്ടാണ് തന്നെ. ഓനെന്നെ അങ്ങോട്ട് പോകണം കേട്ടോ, ഓന് ഉറപ്പിച്ചാണ്. വേറെ മാച്ച് എടുക്കാം ഗൈസ്. ഗൈസൊക്കെ അടിച്ചിട്ടുണ്ട്, നമുക്ക് പ്രൊസീഡ് എടുക്കാം. ഒരു ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട് അവിടെ 290 നാഫിലി. അല്ല എൻ്റെ സ്കൂളത്തൊരുമില്ല, ഒരു ഫുട്ബോൾ കളിക്കുന്ന ആൾ തന്നെ. അല്ല വേണ്ടില്ല. പുള്ളി ടീം 97 കളി. ഞാൻ 101 പോണ 97 കൂൾപ്പരമ്പ 93 ചൂട് ലിംഗമോനെ എനിക്ക് കിട്ടുന്ന ആളെ അവന് കിട്ടിയത്. റാഷ്ഫോർഡ് ഏതൊരു മാനേജർ 84 പുതിയ പ്ലെയറാണ് ഒന്നേ. മറ്റേത് എന്താ പറയുക, ഫെർണാണ്ടോ ടോറസ് 97 കോസ്റ്റ് കേട്ടോ. ഗോൾ കീപ്പറുള്ള ടോറസ്റ്റ് കണ്ട ഒരു പക്ക് റെഡൊക്കെ നമുക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഫസ്റ്റ് ടച്ച് പറയുമോ ലൂയിസ് റാമനാ, എന്നാലും അങ്ങനെ കുറച്ച് കൂട്ടിയിട്ടുണ്ടാവില്ല. അതന്നെ ഒരു ടീമിന് ഓവറാണ് ഫസ്റ്റ് ടച്ച് പറയാം. കളിക്കല്ലേ ഒരു കളിയാ അടുക്കേ. എടാ അമ്മ ടീമിനോട് അച്ചല്ലടാ. റിസപ്ഷൻ എടുക്കേ. മാർക്കോണ ഫുൾ ഇൻ്റർസെപ്ഷൻ എടുക്ക്. ഇൻ്റർസെപ്ഷനാണ് എടുക്കേ. അടിച്ചില്ല. മാനലോറാട്ട മോനെ അത്യാവശ്യമൊക്കെ കീപ്പ് ചെയ്യും. ഏത് മൂടി വോളിയം മൂടി എടുക്കേ.
ലെമിനമാൽ ഓക്കെ കിലിയൻ എംബാപ്പെ വേണ്ടേ കുറച്ച് സീനാ അതാ കോസ്റ്റിക്കട്ട ഇൻ്റർസെപ്ഷൻ പൽമാർ ഓഫ് സൈഡ് പറത്തി വിടാം ലെമിനമാൽ ഇൻ്റർസെപ്ഷൻ അടുക്ക് എടാ നല്ല രീതിയിൽ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കോർണർ കൊടുക്കും ലെമിനമാൽ ഇൻ്റർസെപ്ഷൻ MSC വിനീഷ്യസ് ഫുള്ള് ഇങ്ങോട്ട് ഇറങ്ങിക്കണം അടിച്ച് യോടാ ഈ ടെറസ്റ്റ് എന്താ ഫുള്ള് കീപ്പിങ് ഈ സീനട്ടാ കീപ്പിങ് നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല അങ്ങനെ ഓക്കെ ഇൻ്റർസെപ്ഷൻ വരുന്നത് ഇൻ്റർസെപ്ഷൻ ഇൻ്റർസെപ്ഷൻ അല്ല കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇൻ്റർസെപ്ഷൻ അവിടെ നടന്ന് ഇൻ്റർസെപ്ഷൻ കിട്ടണില്ല അടുക്കേ ജൂലിയസേ ലെമിന ഓക്കെ വേണ്ടൊക്കെ ഉണ്ട് ഇൻ്റർസെപ്ഷൻ അടുക്ക് അടുക്ക് ഇൻ്റർസെപ്ഷൻ ഓക്കെ മാനിനോട് എത്തിയിട്ടുണ്ട് വിട്ട് ചെയ്തിക്കണേ ആ ക്ലിയർ അടിക്കാൻ നോക്കിക്കണേ ഓഫ് സൈഡ് ഡ്രിബിൾ ചെയ്ത് പറയുന്ന അടിച്ചാൽ മതി പക്ഷെ അടിച്ചായിട്ടില്ല പുറകെ ഫോളോ ചെയ്യുന്നുണ്ട് ഓഫ് സൈഡാണ് ഇൻ്റർസെപ്ഷൻ എടുക്ക് റോണി ഹാഫ് ടൈം ആയിട്ടുണ്ട് 0-0 ആണ് എന്താണ് എടാ എന്തര ഫുള്ള് ഇങ്ങനെ ആവണല്ലോ പണ്ടാടുന്നിട്ട് കളി പോയി എവിടെ പിന്നെ അത് പണ്ട ഒരു കളി കളിച്ചിട്ടില്ലേ ഫുള്ള് ഒന്നും കൂടി കളിച്ച കൈസ് എല്ലാവരും ഇപ്പം എന്ത് ചെയ്യാൻ കൈസ് സ്പിൻ ചെയ്യാം കളി ചങ്ങായി ബാക്കിക്കണ് ഇപ്പൊക്കെ അങ്ങനെയാ കോൺട്രാക്ട് 0 മാച്ച് ഒന്നുകൂടി കളിച്ച ഗൈസ് പോണൻ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാവരും ബാക്കാണ് അത് സീന് ഗൈസ് എന്താണ് പറയില്ല 197 പ്ലെയർ റിയൽ മാഡ്രിഡ് കൂടി നമുക്ക് റീസ് ചെയ്തോ അല്ല മാനല്ലൂർ വെസ്റ്റ് മാനല്ലൂർ രണ്ടിടത്ത് മാനല്ലൂരാണ് പക്ഷെ ഇവിടെ ഒറ്റൊരു കുഴപ്പമുണ്ട് ഇതിനകത്ത് അല്ല ഓടികാടൊക്കെ ഉണ്ടാവും അടിപൊളി ഗേൾസ് ഇവിടെ അല്ലേ കിളിയനെ പപ്പയും ടോറസാണ് പിന്നെ പറയണ്ടല്ലോ ഈ പിക് പാക്കൊക്കെ ഉണ്ട് അപ്പോൾ അമ്മക്കും എടുക്കാം നമുക്കില്ല മീൻ നെയ്യമ്മലുണ്ടായതുകൊണ്ട്
ഡോൺ വറി, ഒരു ഗോളിലും ചെക്കൻ ഇട്ടുതരും. ചെക്കൻ അങ്ങനത്തെ ആളാ. അവൻ ഇറക്കിയോണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. അവനെങ്ങാനും കയറി കിടക്കട്ടെ ഫൗൾ ചെയ്തിട്ട് തിരിച്ചോണ്ട് വെട്ടലാവും. ഫുള്ള് എടുക്കണം വാങ്ങും ഞാനേ. ഇല്ല തന്നെ ഫൗൾ ഓരം ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കേട്ടോ ആരെങ്കിലും നടക്കും തലമണ്ട അടിച്ചാണ് പൊട്ടിക്കുന്നത്. മെസ്സി, കൂസി, കിലിയൻ എംബാപ്പെ, വാണ്ടമാൻ, ഓക്കെ ചാൻസ്, റിസപ്ഷൻ, നല്ലൊരു ചാൻസ് ആണ്. നെയ്മർ, okay, this is very danger. Belty, Pepe, Guardiola interception. Kylian Mbappe interception. Ini, interception again. നല്ലൊരു ത്രോയിൻ്റെ ഫ്ലോ കൊണ്ട് പോയി ഇൻ്റർസെപ്ഷൻ again. ഇൻ്റർസെപ്ഷൻ്റെ കളിയാണ് ഇവിടെ ഫുള്ള്. again ഇൻ്റർസെപ്ഷൻ. ഇൻ്റർസെപ്ഷൻ again. വിനി ഇൻ്റർസെപ്ഷൻ again. നെയ്മർ കിട്ടിയിട്ടുണ്ട്. എടുക്ക് വലിച്ചെന്തത് മാനേജർ അല്ല എടുക്ക്. യന്ത്ര കയറി എടുക്കുന്ന അങ്ങോട്ട്. ഓക്കെ ഇൻ്റർസെപ്ഷൻ again. അൽസറിനുള്ള കുറച്ച് സീനാണ്. ഓക്കെ ഇൻ്റർസെപ്ഷൻ again. ഇയാൾ കുറച്ച് സീനാട്ടോ. again. ഇൻ്റർസെപ്ഷൻ ഫുള്ള് തന്നെ. ഓക്കെ ഇൻ്റർസെപ്ഷൻ again. Kylian Mbappe. Interception. Manager kick clear. Interception കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇൻ്റർസെപ്ഷൻ again. ഇത് വീണ്ടും റിപ്പീറ്റ് തന്നെ ആവാണ്. അടുക്ക് ഇൻ്റർസെപ്ഷൻ again. റോഡ്രിഗറാണല്ലോ, കുറച്ച് ബോർഡുണ്ട്. റോഡ്രിഗർ ഇൻ്റർസെപ്ഷൻ. 0 minutes. ഓക്കെ ഹാഫ് ടൈമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കിലിയൻ എംബാപ്പനെ മാറ്റിയിട്ട് ഗ്രീസ്മാൻ ഇറക്കിയുള്ള ഒരു ആലോചന വേണമെങ്കിൽ സീനാട്ടോ. ഏത് ടീം കുറച്ചൊക്കെ സീനാണ്. സ്റ്റാർട്ടാക്കാം. ഫസ്റ്റ് വെച്ച് നമ്മളാണ്. ഇൻ്റർസെപ്ഷനാണ്. രണ്ടുപേർക്കും നല്ല ഇൻ്റർസെപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ്. ഡേവിഡ് വില്ല മോനെ. പെപ്പെ ഗാർഡിയോളും ഡേവിഡ് വില്യം പൈസ കൊടുക്കണതാണ്. ഞാൻ പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ സ്പിന്ന് കേൾക്കില്ല. ഞാൻ നമുക്കൊന്നും യോഗല്ല കിട്ടണേ എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമാണ്. ഇൻ്റർസെപ്ഷൻ ഇൻ്റർസെപ്ഷൻ എന്താ പോണ്. ഓക്കെ അൽസൻ്റെ അറിഞ്ഞോളേ. വാട്ടർ ഇൻ്റർസെപ്ഷൻ. ഇൻ്റർസെപ്ഷൻ. പെപ്പെ ഗാർഡിയോൾ ഔട്ടാണ്.
കിട്ടിയില്ല ഇൻ്റർസെപ്ഷൻ. ഓക്കെ ഇൻ്റർസെപ്ഷൻ കിട്ടണില്ല മച്ചാനെ. ഇൻ്റർസെപ്ഷൻ്റെ കളിയാണ് വീണ്ടും. ഒരു ഗോൾ ഇട്ടിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾ പോകണ പ്രശ്നമല്ല. പോണേ സ്കില്ലിട്ടതേ പോണേ എടാ. അടുക്കേ വിനി. നോ ഇൻ്റർസെപ്ഷൻ അഗൈൻ. ഓക്കെ എടുക്ക് നല്ലൊരു അടിപൊളി ശരിക്കും ഇൻ്റർസെപ്ഷൻ. ഇൻ്റർസെപ്ഷൻ നോ കിലിനെ പഠിച്ച് അടിച്ചി എടാ അടിച്ച്. ഓ ജസ്റ്റ് മിസ് മോനെ. നെയ്മർ ഒരു അടിച്ച് തടുത്ത്, പക്ഷെ നേരെ ഫെർണാണ്ടോ ടോറസ് പക്ഷേ ഷൂട്ട് വളഞ്ഞടിക്കാൻ നോക്കിയതാണ്, നേരെ ഓസ്മാൻ്റെ ഭാഗത്ത് കൂടെ പോയി, പക്ഷേ അത് ഗോളല്ല. പേടിച്ച് തന്നെ. പക്ഷേ നെയ്മർ അങ്ങോട്ട് എടുത്തപ്പോൾ ഞാൻ വേഗം സൈഡിക്കാണ് നിന്നേ, തടുക്കാൻ പറ്റില്ലോ. യമൽ എന്താ നെയ്മർ. ഓക്കെ കോസി എംബാപ്പെ ഇൻ്റർസെപ്ഷൻ അഗൈൻ. ഫെർണാണ്ടോ ടോറസ് എടുത്തിട്ടുണ്ട്. ജൂലിയോസ് ക്ലിയറാണ്. ഈ ബെൽറ്റ് എന്താ ഇല്ല, ഫുള്ള് കീപ്പടാ, അടിക്കാൻ പറ്റുന്നില്ല, ചെക്കനൊന്നും നടക്കണില്ല. ആർപ്പി ബെൽറ്റിനങ്ങിയിലേക്ക് അതമ്മക്ക് CB ജൂലിയോസിനെ നിർത്താം. LB പിന്നെ മൈക്ക് വാണ്ടനാണ്. അല്ല നിൽക്കേ അല്ല ഇൻ്റർസെപ്ഷൻ അഗൈൻ. ഓക്കെ ക്രോസ് കൊടുത്തേ. അടിച്ചി അവിടെ അവരെന്തത് ഫെർണാണ്ടോ ടോറസ് അടിച്ച്. കംബാക്കാണ് അടിക്കാൻ പറ്റും. കംബാക്ക് എംബാപ്പെ കോസി ലെമീൻ യമാൽ ഇൻ്റർസെപ്ഷൻ. വണ്ടിയിലൊക്കെ ഏതൊരു ഓർഡർ ചെയ്യാറാടാ. എടുക്കരുത് അടാ, ഞാൻ സൈഡിക്കാക്കിയതടാ. പെപ്പെ തോറ്റ്. അവിടെ ഓരെന്ത് കളിയാടാ, നല്ല തീപ്പൊരു കളി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ആ ഗോൾ ഇട്ടുകൊണ്ട് നമ്മൾ തോറ്റിട്ടുണ്ട്. ഗോളാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു കളീനെ അവർ കളിച്ചിക്കണം, നല്ല കളിയായിട്ട് കളി. ഇത് നമ്മൾ കീപ്പ് ചെയ്ത് നേരെ അടിച്ച് ഇതിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. ബെൽറ്റ് ഷൂട്ട് അടിച്ചിരിക്കുന്നത് ഫെർണാണ്ടോ ടോറസ്. ഷൂട്ടാണ് അമർത്തി, അതല്ലെങ്കിൽ ഗോളാവും. കാരണം ഇത് പന്ത് നേരെ ത്രോ കൊടുത്ത് മാനേജറുടെ കൺട്രോളാണ് കിട്ടിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ടീം ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയും നമ്മുടെ ടീം പൊളിയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തോളൂ. ഞാൻ തോറ്റിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ഒക്കെ വീണ്ടും കാണെങ്കിൽ